Hi everyone, welcome back to Exam Toppers. നമുക്കിന്ന് 7th സ്റ്റാൻഡേർഡ് ജോഗ്രഫിയുടെ 3rd ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് കുഞ്ഞീസ് ക്ലാസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസൊക്കെ കാണുക. കുഞ്ഞീസ് ക്ലാസ്സിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ചാനലിലേക്ക് വരിക, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം ഈ ചാപ്റ്ററിൻ്റെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ, വൈ ഡു ദ പ്ലേറ്റ്സ് മൂവ്? എന്തുകൊണ്ടാണ് ഈ പ്ലേറ്റ്സ് മൂവ് ആവുന്നത്? ആൻസർ, ദ മൂവ്മെൻറ്റ് ഓഫ് മോൾട്ടൺ മാഗ്മ ഇൻസൈഡ് ദ എർത്ത് റിസൾട്ട്സ് ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് പ്ലേറ്റ്സ്. അപ്പോൾ നമ്മുടെ ഭൂമിയുടെ അടിയിലുള്ള മോൾട്ടൺ മാഗ്മയുടെ ആ ഒരു മൂവ്മെൻറ്റ് കാരണമാണ് ഈ പ്ലേറ്റ്സ് മൂവ് ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ എക്സോജനിക് ആൻഡ് എൻഡോജനിക് ഫോഴ്സസ്? എന്താണ് എക്സോജനിക്കും എൻഡോജനിക്കും ഫോഴ്സസ്? The movement of the earth is divided on the basis of the forces which cause them. So the forces that act in the interior of the earth are called endogenic forces, and the forces that work on the surface of the earth are called exogenic forces. അപ്പോൾ എർത്തിൽ ആക്ട് ചെയ്യുന്ന ഓരോ ഫോഴ്സസിനെ ബേസ് ചെയ്തിട്ട് എർത്തിൻ്റെ മൂവ്മെൻറ്റിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് എക്സോജനിക് ഫോഴ്സസും എൻഡോജനിക് ഫോഴ്സസും. എർത്തിൻ്റെ ഇൻറ്റീരിയറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെയാണ് എൻഡോജനിക് ഫോഴ്സസ് എന്ന് പറയുന്നത്. എർത്തിൻ്റെ സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ എക്സോജനിക് ഫോഴ്സസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എൻഡോജനിക് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, എക്സോജനിക് ഫോഴ്സസ് എർത്തിൻ്റെ സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇറോഷൻ? എന്താണ് erosion? Erosion is defined as the wearing away of the landscape by different agents like water, wind and ice. The process of erosion and deposition creates different landforms on the surface of the earth. അപ്പോൾ ഇറോഷൻ എന്ന് പറഞ്ഞാൽ ഈ ലാൻഡ്സ്കേപ്പിനെ നീക്കുകയാണ്. എങ്ങനെ? വാട്ടർ, വിൻഡ് അല്ലെങ്കിൽ ഐസ് എന്നൊക്കെയുള്ള ഈ ഏജൻസിൻ്റെ ഈ ഏജൻസ് ഈ ലാൻഡ്സ്കേപ്പിനെ റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇറോഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഇറോഷനിലൂടെയും ഡിപ്പോസിഷനിലൂടെയൊക്കെ പുതിയ പുതിയ ലാൻഡ് ഫോംസ് നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ ആർ ഫ്ലഡ് പ്ലെയിൻസ് ഫോംഡ്? എങ്ങനെയാണ് ഫ്ലഡ് പ്ലെയിൻസ് ഉണ്ടാവുന്നത്? When a river overflows its banks, it results in the flooding of the area സറൗണ്ടിങ് ഇറ്റ്. എപ്പോഴെങ്കിലും ഒരു നദി കരകവിഞ്ഞൊഴുകുകയാണെങ്കിൽ അതിൻ്റെ പ്രദേശങ്ങളിലൊക്കെ ഫ്ലഡ് ഉണ്ടാവും അല്ലേ? When it floods, it deposits a layer of fine soil and other material called sediments, thus forming a fertile layer of soil called flood plains. അപ്പോൾ ഇങ്ങനെ കരകവിഞ്ഞൊഴുകുന്ന സമയത്ത് ഫ്ലഡ് ഉണ്ടാവും. ഈ ഫ്ലഡ് ഉണ്ടാവുന്ന സമയത്ത് ഈ നദിയിൽ നിന്നുള്ള സോയിലും അതുപോലെ മറ്റു കുറച്ച് മെറ്റീരിയൽസ്, അതായത് സെഡിമെൻസും ഒക്കെ ഇതിൻ്റെ ഈ തീരത്ത് അടിഞ്ഞുകൂടും. അങ്ങനെ അവിടെ ഒരു ഫെർട്ടൈൽ ലെയർ ഓഫ് സോയിൽ ഫോം ചെയ്യും. അതിനെയാണ് ഫ്ലഡ് പ്ലെയിൻ എന്ന് പറയുന്നത്. വാട്ട് ആർ സാൻഡ് ഡ്യൂൺസ്? എന്താണ് സാൻഡ് ഡ്യൂൺസ്? When the wind blows, it lifts and transports sand from one place to another. When the wind stops blowing, the sand falls and gets deposited in the low hill-like structures. These are called sand dunes. They are mostly found in desert areas. സാൻഡ് ഡ്യൂൺസ് എന്ന് പറഞ്ഞാൽ ഈ വിൻഡ് വീശുന്ന സമയത്ത്, കാറ്റ് വീശുന്ന സമയത്ത് ഈ ഫൈനായിട്ടുള്ള സോയിലൊക്കെ അല്ലെങ്കിൽ ഈ സാൻഡൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈ വിൻഡിൻ്റെ കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും. ഓക്കെ, അങ്ങനെ വിൻഡ് എപ്പോഴാണോ ഈ നിൽക്കുന്നത്, അതായത് കാറ്റ് നിൽക്കുന്ന ആ ഒരു ടൈമിൽ ഈ സാൻഡ് താഴേക്ക് വീഴുകയും അവിടെ ഒരു കുഞ്ഞു മല പോലത്തെ ഒരു സ്ട്രക്ചർ ഫോം ആവുകയും ചെയ്യും. ഇതിനെയാണ് സാൻഡ് ഡ്യൂൺസ് എന്ന് പറയുന്നത്. ഈ സാധാരണയായി കാണുന്നത് ഡെസേർട്ടിലാണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഹൗ ആർ ബീച്ചസ് ഫോംഡ്? എങ്ങനെയാണ് ബീച്ചസ് ഫോം ചെയ്തത്? ദ സീ വേവ്സ് ഡെപ്പോസിറ്റ് സെഡിമെൻറ്റ്സ് അലോങ് ദി സീഷോസ്. ദിസ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബീച്ചസ്. അപ്പോൾ സീ വേവ്സ്, അതായത് കടലിൽ നിന്ന് തിരമാലകളൊക്കെ വരുന്ന സമയത്ത് ഓരോരോ സെഡിമെൻറ്റ്സ് ഈ കടൽ തീരത്ത് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ ബീച്ചസ് ഫോം ആയത്. സെവൻത് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഓക്സ്ബോ ലേക്ക്? എന്താണ് ഓക്സ്ബോ ലേക്ക്? When the river enters the plains, it twists and turns, forming large bends known as meanders. അപ്പം ഒരു റിവർ പ്ലെയിനിലൂടെ ഒഴുകുന്ന സമയത്ത് അത് വളയുകയും തിരിയുകയൊക്കെ ചെയ്ത് ലാർജ് ബെൻസ് ഫോം ചെയ്യും. അതിനെയാണ് മെൻഡേഴ്സ് എന്ന് പറയുന്നത്. In due course of time, the meander loop start to cut off the river and forms
കട്ട് ഓഫ് ലേക്സ് നോൺ ആസ് ദി ഓക്സ്ബോ ലേക്സ്. അപ്പം ഈ മെൻഡറിൻ്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ ഈ സെഡിമെൻസ് ഒക്കെ വരികയും അതിങ്ങനെ അടിഞ്ഞുകൂടി ഈ ഓരോ ലൂപ്പും കട്ടായി പോവുകയും ചെയ്യും. അങ്ങനെ അവിടെ ഒരു ചെറിയ കട്ട് ഓഫ് ലേക്ക് ഫോം ചെയ്യും. ഈ കട്ട് ഓഫ് ലേക്കിനെയാണ് ഓക്സ്ബോ ലേക്ക് എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ടിക്ക് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ കണ്ടെത്തുക. വിച്ച് ഈസ് നോട്ട് ആൻ എറോഷണൽ ഫീച്ചർ ഓഫ് സീ വേവ്സ്. കടൽ തിരമാലകളുടെ ഒരു ഇറോഷണൽ ഫീച്ചർ അല്ലാത്തത് ഇതിലേതാണ്? ബീച്ച്. ദ depositional ഫീച്ചർ ഓഫ് എ ഗ്ലേസിയർ ഈസ്. ഗ്ലേസിയറിൻ്റെ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ആ ഒരു ഫീച്ചർ ഫ്ലഡ് പ്ലെയിൻ ആണോ, ബീച്ചാണോ, മൊറൈൻ ആണോ? അത് മൊറൈൻ ആണ്. തേർഡ് വൺ, വിച്ച് ഈസ് കോസ്ഡ് ബൈ ദ സഡൻ മൂവ്മെൻറ്റ്സ് ഓഫ് ദ എർത്ത്. എർത്തിൽ സഡൻ മൂവ്മെൻറ്റ്സ് ഉണ്ടാകാനായിട്ടുള്ള കാരണമൊക്കെ എന്താണ്? വോൾക്കാനോ. മഷ്റൂം റോക്സ് ആർ ഫോംഡ് ഇൻ. മഷ്റൂം റോക്സ് എവിടെയാണ് ഫോം ചെയ്യുന്നത്? ഡെസേർട്ട്സിൽ. ഓക്സ്ബോ ലേക്സ് ആർ ഫൗണ്ട് ഇൻ. ഓക്സ്ബോ ലേക്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത് റിവർ വാലീസിലാണ്. തേർഡ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. ഞാൻ ഡയറക്റ്റായിട്ട് ഇവിടെ ആൻസർ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഗ്ലേസിയർ എന്ന് പറയുന്നത് റിവർ ഓഫ് ഐസ് ആണ്. മെൻഡേഴ്സ് ഹാഡ് ബെഡ് റോക്ക്. അപ്പം നമുക്കറിയാം ഈ പ്ലെയിനിലൂടെ റിവർ ഒഴുകുന്ന സമയത്ത് ഒരുപാട് ട്വിസ്റ്റും ടേൺസും ഉണ്ടായി ഒരു ലാർജ് ലൂപ്പ് തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും അല്ലേ? അതിനെയാണ് ഈ മെൻഡേഴ്സ് എന്ന് പറയുന്നത്. ഹാർഡ് ബെഡ് റോക്ക് ആണത്. ബീച്ച്, സീഷോർ, സാൻഡ്യൂൺസ് സാധാരണയായി കാണുന്നത് ഡെസേർട്ടിലാണ്. വാട്ടർഫോളിന് ശേഷം റിവറാണ് ഫോം ചെയ്യുന്നത് അല്ലേ? അപ്പോൾ വാട്ടർഫോൾ, റിവർ. എർത്ത് ക്വേക്ക്, വൈബ്രേഷൻ ഓഫ് എർത്ത്. എർത്തിലുണ്ടാകുന്ന വൈബ്രേഷൻ കാരണമാണ് എർത്ത് ക്വേക്ക് ഉണ്ടാകുന്നത് അല്ലേ? അപ്പോൾ എർത്ത് ക്വേക്ക്, വൈബ്രേഷൻസ് ഓഫ് എർത്ത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഗീവ് റീസൺസ്. സം റോക്സ് ഹാവ് ദ ഷേപ്പ് ഓഫ് എ മഷ്റൂം. ചില റോക്സിന് മഷ്റൂമിൻ്റെ ഷേപ്പാണ്. എന്തുകൊണ്ടാണ്? Some rocks have a shape of a mushroom because in deserts wind erodes the lower section of the rock more than the upper section, which make the base of the rock narrower and the upper part wide, giving it the shape of a mushroom. അപ്പോൾ നമുക്ക് മഷ്റൂമിൻ്റെ ഷേപ്പ് അറിയാം അല്ലേ? മുകൾ ഭാഗം നല്ല വീതിയുള്ളതും താഴ്വശം വീതി കുറഞ്ഞതുമായിരിക്കും അല്ലേ? ഈ ഡെസേർട്ടിലൊക്കെ ഉണ്ടാകുന്ന വിൻഡിലൂടെ ഈ ഒരു റോക്കിൻ്റെ അടിഭാഗം ഇറോഡ് ചെയ്യപ്പെടും. അവിടെ നിന്നുള്ള സാൻഡൊക്കെ അല്ലെങ്കിൽ സെഡിമെൻസൊക്കെ ഇറോഡ് ചെയ്യപ്പെടും. അങ്ങനെ ഈ റോക്കിൻ്റെ അടിവശം വീതി കുറഞ്ഞു വരികയും മുകൾ ഭാഗത്തിന് ആ വീതി അതുപോലെ തന്നെ നിലനിൽക്കുകയും ചെയ്യും അല്ലേ? അപ്പം നമ്മൾ നോക്കുമ്പം അപ്പർ പാർട്ട് നല്ല വൈഡുമാണ്, ബേസ് ഭയങ്കര നാരോവറുമാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഈ റോക്സിനൊക്കെ ഒരു മഷ്റൂമിൻ്റെ ഷേപ്പ് ഉള്ളത്. സെക്കൻഡ് വൺ, ഫ്ലഡ് പ്ലെയിൻസ് ആർ വെരി ഫെർട്ടൈൽ. ഈ ഫ്ലഡ് പ്ലെയിൻസ് വളരെയധികം ഫെർട്ടൈലാണ്. അതിൻ്റെ റീസൺ എന്താണ്? ഫ്ലഡ് പ്ലെയിൻസ് ആർ വെരി ഫെർട്ടൈൽ ബിക്കോസ് ദ ടൈംസ് വെൻ റിവർ വാട്ടർ ഓവർഫ്ലോസ് ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ ഫ്ലഡിങ് ഓഫ് ദ നെയ്ബറിംഗ് ഏരിയാസ്. This deposits a layer of fine soil and other sediments at the banks of the river, which leads to fertile floodplains. അപ്പോൾ നമ്മൾ ഫ്ലഡ് പ്ലെയിൻ്റെ ആ ഒരു ഡെഫിനിഷൻ പഠിച്ച കാര്യം തന്നെയാണ് ഇവിടെ എഴുതുന്നത്. അതായത് നദി എപ്പോഴെങ്കിലും കരകവിഞ്ഞൊഴുകുന്ന സമയത്ത് അതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ ഫ്ലഡ് ഉണ്ടാവും. അപ്പം കുറച്ച് ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലും സെഡിമെൻസും ഒക്കെ ഇതിൻ്റെ ഈ തീരത്ത് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഫോം ചെയ്യുന്ന ഈ ഫ്ലഡ് പ്ലെയിന് വളരെയധികം ഫെർട്ടിലിറ്റി കാണും. തേർഡ് ക്വസ്റ്റ്യൻ, സീ കേവ്സ് ആർ ടേൺഡ് ഇൻ ടു സ്റ്റാക്സ്. സീ കേവ്സ് സ്റ്റാക്സ് ആയി മാറുന്നത് എന്തുകൊണ്ട്? അതിൻ്റെ റീസൺസ് എന്താണ്? വെൻ ദ cavities in the sea caves become bigger and bigger, only the roof of the caves are left over, which forms sea arches. Further, due to erosion, the roof vanishes and only the walls stay intact, turning the sea caves into stacks. അപ്പം സീയിൽ ഉള്ള റോക്കിലൊക്കെ ഇറോഷൻ നടക്കുന്നതിലൂടെ അതിൻ്റെ അടിഭാഗം ഇങ്ങനെ ഇറോഡ് ചെയ്ത് പോകുന്നതിലൂടെ കുറേ നാൾ കഴിയുമ്പോൾ സീ ആർച്ചസ് ആയിട്ട് അവിടെ വരും അല്ലേ? സീ കേവ് ആയിരുന്നു, അത് പിന്നീട് സീ ആർച്ചായി മാറും. പിന്നീട് ഈ സീ ആർച്ചിലേക്ക് കണ്ടിന്യൂസ്ലി വീണ്ടും ഇറോഷൻ നടക്കുന്നതിലൂടെ ഈ റൂഫ് അങ്ങ് വാനിഷായി പോകും. പിന്നീട് അവിടെ 2 ഭിത്തി മാത്രമായിട്ട് ഈ സീ കേവിൻ്റെ ബാക്കിയായിട്ട് നിൽക്കും. അതായത് സ്റ്റാക്ക് മാത്രമായിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ സീ കേവ് സ്റ്റാക്കായി മാറുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇറോഷനിലൂടെ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ബിൽഡിങ്സ് കൊളാപ്സ് ഡ്യൂ ടു എർത്ത് ക്വേക്സ്. എർത്ത് ക്വേക്കിൻ്റെ സമയത്ത് ഈ ബിൽഡിങ്സ് ഒക്കെ തകർന്നു വീഴും അല്ലേ? എന്തുകൊണ്ടാണ്?
When the lithospheric plates move, the surface of the earth vibrates, and then these vibrations travel outwards from the epicenter in the form of waves, which leads to the sudden movement and results in the collapse of the buildings. അപ്പം ഈ ലിഥോസ്ഫിയറിക് പ്ലേറ്റ്സ് ഒക്കെ മൂവ് ആവുന്ന സമയത്ത് എർത്തിലൊരു വൈബ്രേഷൻസ് ഉണ്ടാകും. അങ്ങനെ ഈ ഉത്ഭവ കേന്ദ്രത്തിൽ നിന്ന് വൈബ്രേഷൻസ് വേവ്സിൻ്റെ രീതിയിൽ മറ്റ് സ്ഥലങ്ങളിലേക്കും കൂടെ വ്യാപിക്കും. അങ്ങനെ ഈ സഡൻ ആയിട്ടുണ്ടാകുന്ന ഈ മൂവ്മെൻറ്റ് കാരണം ഈ ബിൽഡിങ്സ് ഒക്കെ തകർന്നു വീഴാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാപ്റ്ററിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ കുഞ്ഞീസ് ക്ലാസ് കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസൊക്കെ കാണുക. ഓക്കെ, കുഞ്ഞീസ് ക്ലാസ്സിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ചാനലിലേക്ക് വരിക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാം, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസൊക്കെ കാണുകയും ചെയ്യാം.